അടുത്തൊരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തത് ഊട്ടിയിലേക്കാണ്. ഞാൻ പഠിപ്പിക്കുന്ന അലമുൽ ഹുദ മദ്രസ കോട്ടൂർ, അവിടുത്തെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും കൂടിയാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ ആദ്യം പോയത് മലപ്പുറം ശുഹദാക്കളുടെ മക്കാമിലേക്കാണ്. അവിടെ നിന്നും 44 മഹത്തുക്കൾ മറവിട്ട് കിടക്കുന്ന ശുഹദാക്കൾ മറവിട്ട് കിടക്കുന്ന മക്കാമ് സിയാറത്ത് ചെയ്തു. അതിനുശേഷം സുബ്ഹ് നിസ്കരിച്ച് വീണ്ടും യാത്ര പുനരാരംഭിച്ചു. യാത്രയിൽ നമ്മുടെ ചാപ്പനങ്ങാടി റാഷിദ് ജൗഹരിയുടെ മനോഹരമായ മദ്ഹ് ഗാനാലാപനം ഉണ്ടായിരുന്നു, മൗലിദ് പാരായണം ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് മലപ്പുറം, പിന്നെ വഴിക്കടവ്, നാടുകാണി, ഗൂഡല്ലൂർ, ഊട്ടി, ഈ രൂപത്തിലാണ് യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം മലപ്പുറം ശുഹദാക്കളുടെ മക്കാം സിയാറത്ത് ചെയ്തു. അടുത്തതായി നമ്മൾ സിയാറത്തിന് ഇറങ്ങിയത് നാടുകാണിയിലുള്ള മുഹമ്മദ് സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലാണ്. 600 വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നും കേരളത്തിലേക്ക് വന്ന മഹാനാണ്. അന്ന് പ്രബോധന ദൗത്യവുമായ ഒരു സംഘം ആളുകളാണ് അവിടുന്ന് വന്നത്. അതിലുണ്ടായിരുന്നൊരു മഹാനാണ് മുഹമ്മദ് സ്വാലിഹ് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരുപാട് ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നൊരു കേന്ദ്രമാണ് ഈ നാടുകാണി ചുരത്തിലുള്ള ഈ മഖാമ്. ഈ മക്ബറയാണ് കുറച്ച് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വഹാബികൾ തകർക്കാൻ ശ്രമിച്ചതും അവരെ പോലീസ് പിടിച്ചതും. അങ്ങനെ ഇവിടുത്തെ മക്കാമിലെ സിയാറത്ത് കഴിഞ്ഞ് ഏകദേശം ചുരത്തിലുള്ള തന്നെ ഒരു പള്ളിയുണ്ട്. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് യാത്ര പോയ ഒരു പള്ളിയുണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നല്ലൊരു സേവനമാണ് നമുക്കിവിടെ അവർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്ത്. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല പൊറാട്ടയും കറിയൊക്കെ കഴിച്ച് അടുത്തത് നമ്മൾ ഗൂഡല്ലൂരെത്തി. ഗൂഡല്ലൂർ ഇതുപോലെ തന്നെ ഒരു നല്ല ഒരു മഹാന്റെ മക്ബറയുണ്ട്. ഗൂഡല്ലൂർ അങ്ങാടിയിൽ നിർത്തിയിട്ട് നമുക്ക് കുറച്ച് സമയം നടക്കാനുണ്ട്. നടന്ന് താഴേക്ക് ഇറങ്ങണം. ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ പല മദ്രസയിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിന്നെ സിയാറത്തിനായി വന്ന കുട്ടികളുണ്ടായിരുന്നു, ഉസ്താദുമാരുണ്ടായിരുന്നു. ഇതുകൊണ്ടിൽ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ട് താഴെയുള്ളൊരു ഇതിൻ്റെ താഴെയാണ് മഖാമ് വരുന്നത്. ഇത് ഗൂഡല്ലൂരാണ് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് പിന്നെ വണ്ടി നിർത്തി ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. ഒരു ഇറക്കമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് പിന്നെ സ്റ്റെപ്പ് വന്നിട്ട് സ്റ്റെപ്പിലൂടെ ഇറങ്ങിയാണ് ഈ മക്കാമിലേക്ക് എത്തുക. ഇതിൻ്റെ അപ്പുറത്ത് നല്ല അരുവികൾ ഒഴുകുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ് മക്കാമിൻ്റെ പിന്നെ അപ്പുറം ഭാഗത്തുള്ളത്. അവിടെ ചെറിയ രൂപത്തിലുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് പിന്നെ നമ്മൾ ചുരത്തിൽ തന്നെ പെയിൻ ഫോറസ്റ്റിൽ ഇറങ്ങി. ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര മഞ്ഞ് വീഴ്ചയുണ്ടായിരുന്നു. നമ്മൾ യാത്രയിൽ പ്രയാസപ്പെടുമെന്നൊക്കെ വിചാരിച്ചു. ഏതായാലും അവിടുന്ന് യാത്ര പുറപ്പെട്ട് പിന്നെ മൊട്ടക്കുന്നിലാണ് ഇറങ്ങിയത്. ഇവിടെ ഒരു കുട്ടിക്ക് 30 രൂപയാണ് ചാർജ് വരുന്നത്. ഇതിൽ പിന്നെ വിദ്യാർത്ഥികളാവുമ്പോൾ കൺസെഷൻ ഉണ്ട്. അതുപോലെ മൊട്ടക്കുന്നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുണ്ടോ. നമ്മുടെ യാത്രയിലെ നമ്മൾ മദ്രസയിലെ സദർ ഉസ്താദ് ലത്തീഫ് സഖാഫി ഉസ്താദിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ നല്ല വിഭവസമൃദ്ധമായ മന്തി ഉണ്ടായിരുന്നു. അത് കഴിച്ച് യാത്ര വീണ്ടും ആരംഭിച്ച്. ഇതാണ് കർണാടക ഗാർഡൻ. നമുക്ക് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വന്നത്, ഇവിടെ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട്. ഇതൊരു തൂക്കുപാലുണ്ട്. അതിൻ്റെ മുകളിൽ കയറെടുത്ത വ്യൂ ആണ് കാണുന്നത്. ഇവിടെ പിന്നെ ചെറിയ കുട്ടികൾക്ക് 50ഉം അതുപോലെ വലിയവർക്ക് 100 രൂപയുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പിറ്റേ ദിവസം പോയ ആളുകൾക്ക് 150 രൂപ വാങ്ങിയെന്ന് പറഞ്ഞ്. ഏതായാലും ഞങ്ങൾ ചെന്നപ്പോൾ 100 രൂപയാണ് വലിയവർക്ക്, 50 രൂപ കുട്ടികൾക്കും. അങ്ങനെ ഏകദേശം പിന്നെ 5 മണിക്ക് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ശേഷം
നമ്മൾ പോയപ്പോൾ തന്നെ ഒരു ഹോട്ടലിൽ രാത്രിയിലെ ഭക്ഷണം ഏൽപ്പിച്ചിരുന്നു, വഴിക്കടവിലുള്ള. അവിടുന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഇങ്ങനെയാണ് ഏകദേശം രാത്രി 1 മണി മുമ്പായിട്ട് നമ്മുടെ യാത്ര അവസാനിച്ച് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. നല്ല വൈബുള്ളൊരു യാത്രയായിരുന്നു. ഊട്ടിയിൽ തണുപ്പ് തുടങ്ങുന്ന സമയമാണ്, പക്ഷേ എങ്കിലും ചെന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. തുടങ്ങാമെന്ന് അവർ പറഞ്ഞത്. ഏതായാലും വളരെ മനോഹരമായ ഇഷ്ടപ്പെട്ടൊരു അടുത്തൊരു യാത്രയാണ് ഇവിടെ സമാപിച്ചത്.